പെരുമ്പാവൂർ വാഴക്കുളം പാരിയത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കാനെത്തിയ അഭിഭാഷക കമ്മീഷൻ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമുയർത്തിയതോടെയാണ് കോടതി ഉത്തരവുമായി എത്തിയ കമ്മീഷൻ മടങ്ങിയത്. പതിമൂന്നാം തവണയാണ് പാരിയത്തുകാവിലെ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാതെ അഭിഭാഷക കമ്മീഷൻ മടങ്ങുന്നത്. പെരുമ്പാവൂർ ASP ശക്തി സിംഗാരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയബാലൻ എത്തിയതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധമുയർത്തി. ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് പ്രാദേശിക CPIM നേതാക്കളും പിന്തുണ നൽകി. പുനരധിവാസം ഉറപ്പാക്കാതെ കുടിയിറക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഒരു വിധിയുടെ മറ പിടിച്ചുകൊണ്ടാണ് കമ്മീഷൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ 2 തവണയും കമ്മീഷൻ ഈ ഭൂമിക്കകത്ത് കടക്കാൻ വേണ്ടി ശ്രമിച്ചത് പിൻവാതിലിലൂടെയാണ്. അദ്ദേഹം ഇവിടെ വേറെ തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കി ഒരു പ്രശ്നബാധിത മേഖലയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ നിയമപരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്ന നിലപാടിനകത്ത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനിടെ പ്രതിഷേധക്കാരിൽ ഒരാൾ ദേഹത്ത് ഡീസൽ ഒഴിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. കോടതി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉത്തരവിട്ടിരിക്കുന്ന പ്രദേശത്തെ സർക്കാർ പുറമ്പോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധം ശക്തമായി തുടർന്നതോടെ അഭിഭാഷക കമ്മീഷൻ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാതെ മടങ്ങുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.